നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഇതിനകം ധാരാളം പേർക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും. കോവിഡ് സമയത്ത് ഫുഡ് വ്ലോഗിൽ തുടങ്ങി പിന്നെ ഒരു അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറായി മാറിയ ഒരാളാണ് മുകേഷ് എം നായർ. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടെയാണ് ഈ പുള്ളി. ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യും, പിന്നെ ഉദ്ഘാടന ചടങ്ങുകളുടെയൊക്കെ വളരെ വലിയൊരു സ്പെഷ്യലിസ്റ്റാണ് പുള്ളിക്കാരൻ. ഇതുവരെ ഏതാണ്ട് 1000-ഓളം ഉദ്ഘാടനങ്ങൾ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരിച്ച ഒരു വ്യക്തി. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. പുള്ളിയുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ച് നടക്കുന്നുണ്ട്. വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അപ്പം ഈ വാലന്റൈൻസ് ഡേയുടെ ഭാഗമായിട്ട് ഈ പുള്ളിക്കാരൻ വന്നിട്ട് അല്പവസ്ത്രമൊക്കെ ധരിച്ച് കുറച്ച് പെണ്ണുങ്ങൾക്കൊപ്പം റീലൊക്കെ എടുത്തിരുന്നു. റീൽ എടുക്കുന്നത് എന്താ ഇത്രയും വലിയ പ്രശ്നമാണോ എന്ന് ചിന്തിച്ചു പോകാം. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഒരു 8-10 പെണ്ണുങ്ങൾ വന്നിട്ട് വലിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനിടയിൽ ഈ പുള്ളിക്കാരനുമുണ്ട്. ഇത് ഇൻസ്റ്റയിൽ വന്നു. ഇതാണ് വീഡിയോ. ആദ്യം അത് കണ്ടു നോക്കിയാലേ ബാക്കി കാര്യങ്ങളിലോട്ട് നമുക്ക് പോകുമ്പോഴേക്കും കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം നിങ്ങൾക്കെല്ലാം മനസ്സിലാകുകയുള്ളൂ. വഴിക്ക് ഇനിമ വരാൻ இருக்க ഒരു കണ്ടീഷൻ. போனா இந்த உலகத்திலே பெரிய ஆளுங்கப்பா. நான் உன் வழிக்கு இனிமே வராம இருக்க ஒரு கண்டிஷன். அண்ணே, அது என்ன கண்டிஷன் அண்ணே? കാണുമ്പോഴേ കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം എല്ലാവർക്കും മനസ്സിലാകും. ഒരു 8-10 പെണ്ണുങ്ങളുടെയൊക്കെ നടുക്കലിരുന്ന് പുള്ളിക്കാരൻ എങ്ങനെ സുഖമായിട്ട് റീൽസ് എന്നുള്ള ആ ഒരു പേരിൽ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് എന്താ ഇത് ചെയ്യാനുള്ള കാരണം, അതിൻ്റെ പ്രചോദനം പുള്ളിക്കാരന് എവിടെ നിന്ന് കിട്ടി? ഇതിൽ പ്രധാനമായിട്ടും അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനും ഇൻഫ്ലുവൻസറും ഒക്കെ ആയ ആൻ ബിൽസേറിയനെ അനുകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ റീൽസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ. പക്ഷേ സംഗതി ആകെ കുളമായി. കാരണം ഇവരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് ഈ ഇതിലൊക്കെ പങ്കെടുത്താൽ അത് പ്രശ്നം വേറെയായിട്ട് മാറും. അതെന്താണ് കാരണമെന്ന് പറഞ്ഞാൽ, ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പുള്ളിയുടെ മേലൊക്കെ ഇരിക്കാനും നെഞ്ചിൽ കിടക്കാനും ഒക്കെ ഈ പുള്ളിക്കാരൻ നിർബന്ധിക്കുകയും പിന്നെ അവിടെയും ഇവിടെയും ഒക്കെ പിടിച്ചു എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത്. എന്നോട് പറഞ്ഞു. എന്നിട്ട് ഒരു ടൈമില് അവൾ ഇരുന്ന സ്ഥലത്ത് അവൾ അയാളുടെ നെഞ്ചിൽ കിടക്കുന്ന ചേട്ടൻ ആ വീട്ടിൽ കാണാമല്ലോ, ആ സ്ഥലത്ത് കൊണ്ട് എന്നെ ഇരുത്തിയിട്ട് ഇയാൾ അത്യാവശ്യം നല്ല ബേട്ടേഴ്സ് ഉണ്ട്. അപ്പം എന്നെ നോർമൽ ഷൂട്ടിന് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പം ടീം ഔറ പ്രൊഡക്ഷന്റെ CEO അൻസി ആണ് എന്നെ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് മോഡൽസ് പറഞ്ഞു, പൂൾ സൈഡിലെ ഷൂട്ടാണ്, മുകേഷാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇയാളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. ഇയാളുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ അടി കണ്ടുള്ളവരെ കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. അപ്പൊ അവിടുത്തെ പറയുകയും ചെയ്തു, ഇറങ്ങിപ്പോകുന്ന ആർക്കും ഫോട്ടോസും പിക്കൊന്നും തരത്തില്ല എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയിൽ ഈ ആളുടെ ബെഡിൽ കിടക്കുവാണല്ലോ. അപ്പം സംഭവം ഒരു പക്ഷെ ആരും അറിയാതെ പോകാനുള്ളതായിരുന്നു. ഇത് പുറത്ത് കൊണ്ടുവന്നത് ട്രിവിയൻ ഫുഡി എന്ന പേരുള്ള ഒരു ഫുഡ് വ്ലോഗർ ആണ്. ഈ പുള്ളിക്ക് മുകേഷുമായിട്ട് മുമ്പ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ പെൺകുട്ടി മൈനർ ആയതുകൊണ്ട് വിഷയം ആകപ്പാടെ കുളമായിട്ട് മാറി. ട്രിവിയൻ ഫുഡി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം. കള്ളക്കേസുകളുടെയും ഗുണ്ടകളുടെയും ഒരു നീണ്ട എൻകൗണ്ടർ പരമ്പര ഇന്ന് എന്റെ ലൈഫിൽ നടക്കുമെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞിട്ട് തന്നെയാണ് മുകേഷ് നായർ പറയുന്നത് ഈ നാടകെതിരെ ഞാൻ വീഡിയോ ഇടുന്നത്. ഹലോ ഗൈസ്, കാർത്തിക്കാണ്. വളരെ ലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കേട്ടോ. എവന്റെ കാര്യം കേൾക്കാൻ താല്പര്യമില്ലാത്തവര് ഈ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തോളൂ. 15 വയസ്സുള്ള ഒരു പെൺകുച്ചിനെ വെച്ചുകൊണ്ട് അണ്ണൻ വാലന്റൈൻസ് ഡേക്ക് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീൽ കണ്ടന്റ് കാണുന്നവർക്ക് മനസ്സിലാവും അൺറേജ്ഡ് ആയിട്ടുള്ളൊരു ആളിനെ, അത് പയ്യനായാലും മുകേഷാണെന്നുണ്ടെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അണ്ണൻ ആ വീഡിയോയിൽ വലിച്ചു വിടുന്ന ഒരു സംഭവമുണ്ട്. ഏന്നറിയാമോ?
മറ്റേ ഇ സിഗരറ്റ്, അത് ഇന്ത്യയിൽ നിരോധിച്ച സംഭവമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. ആ സാധനം ഉൾപ്പെടെ അങ്ങനെ ഉപയോഗിച്ച് ഈ പെൺകൊച്ചിനെ മാത്രമല്ല ഒരുപാട് പെൺപിള്ളേരുണ്ട്, അതില് പ്രസ്തുത പെൺകുട്ടിക്ക് 18 വയസ്സിന് താഴെ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി പെൺകൊച്ചിന് വീട്ടുകാരും പറയുന്നത് അവരുടെയൊക്കെ അറിവോടുകൂടിയാണ് അണ്ണനോട് അഭിനയിക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോലീസിന് സ്വമേധ കേസെടുക്കാം. മനസ്സിലായോ? വീട്ടുകാരുടെ അറിവോടുകൂടിയാണ് പെൺകൊച്ച് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്കെതിരെയും പോലീസ് കേസെടുക്കും. ഈ വീഡിയോ ചെയ്ത ക്യാമറാമാനെതിരെയും പോലീസ് കേസെടുക്കാം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സംഭവം ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇതൊരു പോസ്കോ കേസിൻ്റെ പരിധിയിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് കാണുന്നവർക്കും ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞവർക്ക് എല്ലാവരുടെയും ഒരേ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിയെ ഇങ്ങനെ അഴിച്ചുവിട്ട മാതാപിതാക്കളും ഇതുപോലെ പെൺകുട്ടി പാവം, അതിന് ഏതോ ഒരു 10-15 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടിയെ പൂർണ്ണമായിട്ട് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒന്നുകിൽ അവർക്ക് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് കൂടെയെങ്കിലും പോകാമായിരുന്നു. 18 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടിയെ മോഡൽ എന്ന പേരൊക്കെ പറഞ്ഞിട്ട് വീട്ടിൻ്റെ പുറത്തു നിന്നും ഇങ്ങനെ ഫ്രീ ആയിട്ട് പുറത്തൊക്കെ വിടുന്നത് അതൊരു വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഇതെന്താ ഈ മാതാപിതാക്കൾക്ക് ഈ ഒരു അറിവ് പോലും ഇല്ലേ? പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയൊക്കെ ഇങ്ങനെ ഈ ഇതിൻ്റെ മോഡലിങ്ങിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കയറൂരി വിടുന്ന ഈ പ്രവണത എന്ത് തന്നെയായാലും ഈ മാതാപിതാക്കൾക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ശിക്ഷ നൽകേണ്ടത്. മാത്രവുമല്ല, ഇതുപോലെ പുതിയ പുതിയ സംഭവങ്ങൾ അടുത്തിടെ ധാരാളം കേൾക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും വളരെ വലിയ തെറ്റ് തന്നെയാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ ഇങ്ങനെയൊക്കെ ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? പിന്നെ അതിൻ്റെ കാരണം പണത്തിന് വേണ്ടിയിട്ടാണോ, എന്താണ് സംഭവം എന്നുള്ളത് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ ഇതിൽ വന്ന വേറെ സീരിയൽ നടികൾ പറയുന്നത് ഈ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞു എന്നാണ്. ചിലർ പറയുന്നു 15 വയസ്സായിട്ടുള്ളൂ എന്നുള്ളത്. ഇതിലേതാണ് സത്യം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. കുട്ടി കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാണ് എന്നുള്ളതല്ലേ. അപ്പോ പൊതുവേ ഈ അമ്മ ഇങ്ങനെ കുട്ടിയെ കൊണ്ടു നടക്കുന്നതിൽ പൊതുവേ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അമ്മ എന്തിനാണ് ഈ കുട്ടീനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ഒരു റീല് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചു, വന്നു, ചെയ്തിട്ട് പോയി. പുള്ളിയുടെ ജാതകം എന്താണ്, വയസ്സ് എന്താണ്, വീട്ടിലാരുണ്ടെന്ന് ചെയ്യാറില്ല, അറിയേണ്ട ആവശ്യം. സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി, എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? ഇനി ഒരു ചിലർ സംശയിക്കുന്നത് പോലെ ഈ ട്രിവ്യൻ ഫുഡിക്ക് എന്തെങ്കിലും ദേഷ്യം കാരണം മുകേഷിൻ്റെ അടുത്ത് പകരം വീട്ടിയതാണോ, ഇല്ല യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി പറയുന്നത് പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കേസ് അന്വേഷണത്തിൽ നിന്നും സത്യാവസ്ഥയൊക്കെ പുറത്തു വരും. ഇത് കാത്തിരുന്ന് കാണാം. അതോ ഇതും തേഞ്ഞു മാഞ്ഞ് സംഭവമൊക്കെ പോകുമോ എന്നുള്ളതും അറിയില്ല. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, ഇതൊക്കെ കാണുമ്പോഴേക്കും യഥാർത്ഥത്തിൽ എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ പരിപാടികളും റീൽസും ഇങ്ങനെയൊക്കെ ഈ പുള്ളിക്കാരൻ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതുപോലുള്ള റീൽസൊക്കെ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലൊരു പ്രവണതയാണോ? ഇതിൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായമുണ്ടെങ്കിലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.